അസ്സലാമലൈക്കും. ഞാൻ ഇന്ന് എഗ്ലെസ് ചോക്കോ ഡോണറ്റ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സിമ്പിളായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഏറ്റവും നല്ല സിമ്പിൾ ഡോണറ്റ്സ് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു 3/4 കപ്പ് ചെറുചൂട് പാൽ, ലൂക്ക്വാം മിൽക്ക്, അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യാം. ഒരു 1.5 ടീസ്പൂൺ ഈസ്റ്റ്, എന്നിവ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഷുഗർ ഡിസോൾവ് ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു 5 മിനിറ്റ് നേരം ഇങ്ങനെ വെക്കണം. ഇനി അതിൻ്റെ ഡോ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ, അതിലേക്ക് ഒരു പിഞ്ച് സാൾട്ട്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓയിൽ 2 ടേബിൾ സ്പൂൺ എടുക്കുക. ജസ്റ്റ് ഒന്ന് മൈദയായിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. ചെറു ചൂട് പാൽ എടുത്ത് വെച്ചത് അതിലേക്ക് ഈസ്റ്റൊക്കെ ആഡ് ചെയ്ത് ആ മിക്സ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൈദയും ഉപ്പും എണ്ണയും ചേർത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ റോൾ ചെയ്തെടുക്കുക. ഏകദേശം 8 മിനിറ്റോ 10 മിനിറ്റോ ഇങ്ങനെ റോൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ഡോ റെഡി ആയിട്ട് കിട്ടും. ഇനി 2 മണിക്കൂർ നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം, മൂടിയിട്ട് വെക്കാം. 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം. അതിൻ്റെ അകത്തുള്ള എയർ ബബിൾസൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നും കൂടി റോൾ ചെയ്യാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ. അത് നല്ലപോലെ റോൾ ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് വേണമെങ്കിൽ വീൽ ഷേപ്പാക്കാം, സർക്കിൾ ഷേപ്പാക്കാം, അല്ലെങ്കിൽ മൂൺ ഷേപ്പാക്കാം. നമുക്കിഷ്ടമുള്ള രീതിയിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വീൽ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കങ്ങനെ ഓരോന്നും ചെയ്ത് വെക്കാം. 2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ നമ്മൾ എണ്ണ തടവും. കാരണം അത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ തടവുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഈ പാൻഡമിക് ടൈമിൽ നമ്മൾ കുട്ടികൾക്ക് എന്തുകൊണ്ടും വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് നല്ലത്. എണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റും കൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി റൈസായിട്ട് കിട്ടും. ഒക്കെ ചെയ്ത് എല്ലാം ഇതുപോലെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോന്നായിട്ട് നമുക്കെല്ലാം കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഡാർക്ക് ബ്രൗൺ ആവണമെന്നില്ല, ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ തന്നെ നമുക്കിത് കോരിയെടുക്കാം. നല്ല സോഫ്റ്റ് ഡോണറ്റ്സ് ആയിട്ടുണ്ട് ഇത്. എല്ലാം ഫ്രൈ ചെയ്തതിനെടുത്തതിന് ശേഷം നമുക്കത് വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഡെക്കറേറ്റ് ചെയ്യുന്നത് ഓപ്ഷണലാണ്, അല്ലാതെ നമുക്ക് സിമ്പിളായിട്ട് കഴിക്കാവുന്നതാണ്. ഞാനിവിടെ ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെയാണ്. വേണമെങ്കിൽ നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷോ അല്ലെങ്കിൽ സ്പ്രിങ്കിൾസോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. അത് ഓരോരുത്തരുടെ ചോയ്സ് അനുസരിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്.
10 മിനിറ്റ് റെഫ്രിജറേറ്ററിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് സെറ്റായിട്ട് കിട്ടും. ചോക്കോ ഡോണറ്റ്സ് റെഡി ആയിട്ടുണ്ട്. എഗ്ലെസ് ചോക്കോ ഡോണറ്റ്സ്. എഗ്ഗൊന്നും യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ എഗ്ലെസ് എന്ന് പറയാം. എല്ലാവരും ട്രൈ ചെയ്യണം. ഏറ്റവും നല്ല സിമ്പിൾ റെസിപ്പിയാണ്, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക.